അല്ലാഹു തന്നെ പറയുകയാ, ഈ മാനവരാശി സൃഷ്ടിച്ച് സംഹരിച്ച് പരിപാലിച്ചു പോകുന്ന, നമുക്ക് സമ്പത്ത് നൽകുന്ന, നമുക്ക് ആരോഗ്യം നൽകുന്ന, നമുക്ക് പണം നൽകുന്ന, നമുക്ക് രോഗങ്ങൾ നൽകുന്ന, നമുക്ക് കടബാധ്യതകൾ നൽകുന്ന, ഒരു മനുഷ്യ മനസ്സിന്റെ സങ്കടത്തിന്റെ വേലിയേറ്റമറിയുന്ന ഈ പച്ചമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച തമ്പുരാൻ തന്നെ പറയുകയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചതേ ക്ലേശത്തിൽ നിന്നാണ്. ദുഃഖമേ മനുഷ്യന്, പ്രയാസമേ മനുഷ്യന്, ആകുലതകളെ മനുഷ്യന്, വ്യാകുലതകളെ മനുഷ്യന്, ആദികളെ മനുഷ്യന്, വ്യാധികളെ മനുഷ്യന്, വ്യതകളെ ശ്രദ്ധകളെ മനുഷ്യനാക്കി പടച്ചതാണോ? എൻ്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലക്കാരോട് ഞാൻ ഒരൊറ്റ നിമിഷം നിങ്ങളോട് ഓർത്തുപോവുകയാണ് സഹോദരങ്ങളെ. പലപ്പോഴും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ പറയുമ്പോ സ്നേഹം കൊണ്ട് എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു പോയ, സ്നേഹത്തോടെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച കാസർഗോഡുകാരെ കുറിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഞാൻ പറയാറുണ്ട്. എല്ലാ സദസ്സിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. നിങ്ങളെ ഒരു കൂടപ്പിറപ്പിനെ പോലെ, നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ. സഹോദരങ്ങളെ, ഞാനത് മറന്നുപോയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ എറണാകുളത്ത് വഅ്ള് പറയുമ്പോ, അറബിക്കടലിന്റെ തീരത്ത് ഞാൻ വഅ്ള് പറയുമ്പോ 40,000 ഓഡിയൻസിന്റെ മുകളിലാണ് കേൾക്കാനുള്ളത്. അവിടെ വെച്ച് ഞാൻ പറഞ്ഞപ്പോ കാസർഗോഡുകാരെ കുറിച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞു, കാസർഗോഡ് ചെല്ലുമ്പോ എന്റെ കയ്യിൽ 6,666 രൂപയായി സ്വർണങ്ങളായി തരുന്ന എത്രയോ കാസർഗോഡ് നിവാസികൾ, സ്നേഹം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിച്ചവർ. അല്ലാഹുവേ, നീ അവർക്ക് കരുണ ചെയ്യണേ, അവരുടെ സമ്പത്ത് നീ നിലനിർത്തി കൊടുക്കണേ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ. എറണാകുളം ജില്ലയിൽ 40,000 ആളുകളുടെ മുമ്പിൽ ദുആ ചെയ്യുമ്പോ, പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോ എന്റെ അടുക്കലേക്ക് വന്നിട്ട് ഒരാൾ കരഞ്ഞുകൊണ്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ കാസർഗോഡുകാരനാ, ഇവിടെ ഒരു ചികിത്സക്ക് വന്നു ഉസ്താദിന്റെ വഅ്ള് കേൾക്കാൻ വന്നടാ. സഹോദരങ്ങളെ, ഞാൻ പറയാനുള്ള കാരണം പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അല്ലാഹു സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ച നാടാ കാസർഗോഡ്. അല്ലാഹു സമ്പത്ത് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കുള്ള അല്ലാഹു ഖജനാവിന്ന് നുള്ളി കൊടുത്തപ്പോ അല്ലാഹുവിന്റെ ഖജനാവിന്ന് വാരിക്കൊടുത്തത് കാസർഗോഡുകാർക്കാ. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. പക്ഷേ ഒരു കാര്യം, ഞാൻ ഇതേവരെ എന്റെ ധാരണകൾ മാറിപ്പോയി. ഒരൊറ്റ ദിവസം കണ്ട് എന്റെ ധാരണകൾ മാറിപ്പോയി. സഹോദരങ്ങളെ, പണം മാത്രമേ തന്നിട്ടുള്ളൂ, മനസ്സമാധാനമല്ല തന്നിട്ടില്ല, മനസ്സമാധാനമല്ല തന്നിട്ടില്ല. ഇന്നലെ ഞാൻ ഇവിടെ ദുആ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ഈ സദസ്സിന് നിങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്യേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിൽ 19 വർഷമായി സന്താന സൗഭാഗ്യമില്ലാത്തവർ സഹോദരങ്ങളെ, സർവ്വ ഡോക്ടർമാരും കൈയൊടിഞ്ഞ രോഗം പോലും മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ, ഇന്ന് എന്നെ കാണാൻ വേണ്ടി വന്ന് നേരിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവർ കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് കണ്ടപ്പോ, സഹോദരങ്ങളെ, പണം മാത്രമേ കയ്യിലുള്ളൂ. 1000 പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ നടന്നു പോവുകയാണ്. മാരകമായ ക്യാൻസർ ബാധിച്ചവർ, മാരകമായ രോഗം ബാധിച്ചവർ, മക്കൾക്ക് ശേഷിയില്ലാത്തവർ, ബുദ്ധി വളർച്ചയില്ലാത്ത മക്കളെയും കൊണ്ടുവന്ന ഉമ്മമാർ, സഹോദരങ്ങളെ, കടബാധ്യതകളുടെ പേരിൽ തന്നവർ. ഒരു സഹോദരൻ എന്റെ കയ്യിൽ വന്നിട്ട് 2 ചെറിയ സ്വർണ്ണാഭരണങ്ങൾ തന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇതെന്റെ വീട്ടിലെ അവസാനത്തെ സ്വർണത്തിന്റെ തരിയാ, ഇതെന്റെ അവസാനത്തെ സ്വർണത്തിന്റെ തരിയാണ്. ഇതെന്തിനു വേണ്ടി വെച്ചതാണെന്നറിയോ? ഒരു 2 ചെറിയ കമ്മലിന്റെ ഭാഗം തന്നിട്ട് അടച്ചിട്ട മുറിയിൽ എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയി. അല്ലാഹു സർവ്വ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. ഉസ്താദേ, ഇത് വിട്ടിട്ട് എന്റെ മോളുടെ ഫീസ് അടക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പക്ഷേ ഭാര്യ സമ്മതിച്ചില്ല. ഭാര്യ പറഞ്ഞു, ഫീസ് അടച്ചില്ലെങ്കിലും വേണ്ട, കബീർ ഉസ്താദിന്റെ കയ്യിൽ കൊടുക്ക്, എവിടെ പോയാലും നമുക്കൊരു ദുആ കിട്ടുമല്ലോ, എല്ലാ പ്രയാസങ്ങളും മാറുമല്ലോ. അല്ലാഹുവിന്റെ കടങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ പൊന്നിന്റെ തരിയെടുത്ത് എന്റെ കയ്യിൽ തന്നവരുണ്ട്. സഹോദരങ്ങളെ, ഓമന മക്കളുമായി കയ്യിലോട്ട് വന്നു, ഉസ്താദേ, ബുദ്ധി വളർച്ചയെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഉമ്മമാര്, വിവാഹം കഴിഞ്ഞ മക്കളില്ലെന്ന് പറഞ്ഞവർ, മോണയിൽ ക്യാൻസർ വന്നിട്ട് ഉസ്താദേ രോഗമെല്ലാം ശിഫയായി
പക്ഷേ മുറിവുണങ്ങുന്നില്ലെന്ന് പറഞ്ഞു വന്നവർ അല്ലാഹുവേ നീ ശിവ നൽകണേ അല്ലാ. ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യാസ്തമയം വരെ ഞാൻ കേട്ടത് കഥനത്തിന്റെ കഥ മാത്രമാണ്, കണ്ണുനീരിന്റെ കഥ മാത്രമാണ്, ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരാണ്. അല്ലാഹുവേ 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 മാരകമായ പിശാച് ബാധയേറ്റ് സിഹർ ബാധയേറ്റ് ശരീരം മുഴുവനെ ശോഷിച്ചു പോയവർ അല്ലാഹുവേ നീ ശിവ നൽകണേ അല്ലാ, നീ ശിവ നൽകണേ അല്ലാ, നീ ശിവ നൽകണേ അല്ലാ. സഹോദരങ്ങളെ ദുഃഖമാണ് മനുഷ്യന്, ആത്മഹത്യ പെരുകുകയാണ്. രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാ പ്രയാസങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എന്തിനാണ് മഹർ 2012, എന്തിനാണ് 7 പെണ്ണുങ്ങൾക്ക് ജീവിതം? അൻസാറുകൾ ചെയ്യുന്ന ചെയ്പ് കർമ്മം ചെയ്താൽ അതിന് കിട്ടുന്ന പ്രതിഫലം ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, സഹോദരങ്ങളെ 1000 പ്രയാസങ്ങളുടെ മുമ്പ് ഖുശി ജിന്ദഗി की मालो में हमें सो नहीं सकता, जिंदगी की नुत्केरी पत्थर की रास्ते पर चलना चाहिए. മഹാനായ ഉറുദു കവി പറഞ്ഞതുപോലെ ജീവിതം സുഖങ്ങളുടെ പട്ടുമെത്തയല്ല, ഈ ജീവിതം സുഖത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയതല്ല. ജിന്ദഗി കി നുക്കേലി പത്തർ കി രാസ്തേ പർ ചൽനാ ചാഹിയേ, ജീവിതത്തിന്റെ കല്ലും മുള്ളും നിറഞ്ഞ ഇടവഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയണം. സഹോദരങ്ങളെ തളരരുതേ, സഹോദരങ്ങളെ പതറരുതേ. എന്തിനാ പതറുന്നത്? എന്തിനാ? മാരകമായ രോഗത്തെക്കുറിച്ച് അവലാടി പറഞ്ഞവരോട്, പ്രയാസങ്ങൾ പറഞ്ഞവരോട് എന്തിനാ പതറുന്നത്? എന്തിനാ? കാന്താകെ ദിൽ തേര അന്തേസ തൂഫാൻ സക്കിയാ നഹുദാ തൂ കശ്തി ബി തൂ ബഹർ ബി തൂ സാഹിൽ ബി തൂ ആഹ് കിസ്കി ദസ്തു തൂ ആവാദ് രഹതി ഹൈ തുझे അറാഹു തൂ റഹബർ ബി തൂ റഹറു ബി തൂ മനസിൽ ബി തൂ. കാന്താകെ ദിൽ, എന്തിനാണ് മോനെ ഹൃദയം പതറുന്നത്? എന്തിനാ? എന്തിനാ കാല് തളരുന്നത്? എന്തിനാ? കാല് തളരരുത്, ഹൃദയം പതരരുത്, കണ്ണ് നിറയരുത്, കൽബ് പെടയരുത്. നഹുദാതു, നിനക്കൊരല്ലാഹുവില്ലയോ? നഹുദാതു, നിനക്കൊരല്ലാഹുവില്ലയോ? അയ്യൂബ് നബിയുടെ മാരക രോഗത്തിന് വെറും പച്ചവെള്ളം കൊണ്ട് ശിഫ കൊടുത്ത തമ്പുരാന്, യാതൊരുവിധ ചലനമില്ലാത്ത കരിമ്പാറക്കെട്ടിൽ നിന്ന് പാല് ചുരത്തുന്ന ഒട്ടകത്തെ സൃഷ്ടിച്ച തമ്പുരാനില്ലയോ? റൊട്ടിക്കച്ചവടക്കാരന്റെ അടുപ്പിൽ നിന്ന് വെള്ളച്ചാട്ടമുണ്ടാക്കിയ, ആകാശത്ത് നിന്ന് ഭക്ഷണത്തളിക ഇറക്കി കൊടുത്ത, അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മറുഭാഗത്ത് നിൽക്കുന്ന ചന്ദ്രഗോളത്തെ പിളർത്താൻ കഴിവുള്ള നിന്റെ തമ്പുരാനില്ലയോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് നെഞ്ചിന്റെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഈ കാണുന്ന മുഖവും, ഈ കാണുന്ന വടിവത്ത ജുബ്ബയും, ഈ കാണുന്ന വടിവത്ത ഉടുപ്പും മുഖത്തെ സങ്കടം മറക്കാനുള്ള വെറും ഒരു മൂടുപടമാണ്. സഹോദരങ്ങളെ, ഈ മുഖത്തെ പുഞ്ചിരി അവന്റെ ഹൃദയത്തിന്റെ വേദന മറയ്ക്കാനുള്ള മൂടുപടമാണ്. ഈ കാണുന്ന ഈ കോട്ടുണ്ടല്ലോ, അത് എന്റെ ശരീരത്തിന്റെ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വേദന മറയ്ക്കാനുള്ള വെറും ഒരു ആവരണം മാത്രമാണ്. അതിന്റെ ഉള്ളില് പ്രയാസങ്ങൾ, കടബാധ്യതകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഖുർആനല്ല പറഞ്ഞത്, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചതേ ക്ലേശത്തിൽ നിന്നാണ്. ക്ലേശമേ മനുഷ്യന്, ക്ലേശമേ മനുഷ്യന്, ദുഃഖമേ മനുഷ്യന്. പട്ടിണി വന്നിട്ട് ഇതേവരെ കാട്ടാന ചത്തുപോയിട്ടില്ല. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ഒരു വേള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ക്യാൻസർ പടർന്നു പിടിക്കുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യൻ തിന്നിട്ട് അവന്റെ വിസർജം കൊണ്ടുപോയി വലിച്ചെറിയുന്ന, പുടുത്തു നാറിപ്പോയ പഴവർഗ്ഗങ്ങൾ നക്കി നിൽക്കുന്ന പട്ടിക്ക് ഇതേവരെ ക്യാൻസർ വന്നിട്ടില്ല. മനുഷ്യൻ കഴിയുന്നത് ഏറ്റവും നല്ല ഭക്ഷണം, മനുഷ്യൻ കഴിക്കുന്നത് ഏറ്റവും നല്ല ഭക്ഷണം. അവൻ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാണ് തിന്നുന്നത്. പക്ഷേ ആ പഴവർഗ്ഗങ്ങൾ കിടന്ന് പുടുത്തു നാറിയിട്ട് അത് നക്കി തിന്നുന്ന പട്ടിയുടെ ആമാശയത്തിന് ഇതേവരെ ക്യാൻസർ വന്നിട്ടില്ല. നായക്ക് ഇതേവരെ ക്യാൻസർ വന്ന് മരിച്ചു പോയിട്ടില്ല, ചത്തുപോയിട്ടില്ല. പക്ഷേ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ എന്തേ അവന്റെ ആമാശയത്തിന് മാത്രം ക്യാൻസർ വന്നു? അവന്റെ ഹൃദയത്തിന് മാത്രം എന്ത്
എന്തേ ബ്ലോക്കായി? ഏറ്റവും വലിയ കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്ന പന്നിയില്ലേ, ഇറച്ചി കടിച്ചു പോകുന്ന പട്ടിയില്ലേ, ഇതേവരെ പട്ടിയുടെ ഹൃദയത്തിന് ബ്ലോക്ക് വന്നിട്ടില്ല. മനുഷ്യനേക്കാൾ 10 ഇരട്ടി ഭക്ഷണം കഴിക്കുന്ന ആനയ്ക്ക് ഇതേവരെ വയറുവേദന വന്ന ചരിത്രമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടവൻ മനുഷ്യൻ മാത്രമാണ്, മനുഷ്യൻ മാത്രമാണ്, മനുഷ്യൻ മാത്രമാണ്. ആ മനുഷ്യന്റെ ദുഃഖം മാറ്റാൻ, അള്ളാഹു നിന്റെ ജീവിതത്തിൽ ദുഃഖം വരുത്താതിരിക്കാൻ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? മഹർ 2012 എന്ന പേരിൽ 7 നിർദ്ധരായ പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കുമ്പോ ഇതിനു വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, മനസാവാദ കർമ്മണ ഓടി നടന്നവർ, എന്താണ് ഉസ്താദേ ഞങ്ങളുടെ ഇതിന്റെ പ്രതിഫലമെന്ന് ചോദിച്ചാ, മഹർ 2012 ബാഡ്ജും കഴുത്തിലിട്ട് ഓടി നടക്കുന്ന സംഘാടകരെ, ചെറുപ്പക്കാരെ, ഓരോ പവനുകളായി അലിക്കത്തുകളായി കാതിൽ കിടക്കുന്ന ഈ അലിക്കത്തെടുത്തിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി കൊടുത്ത ഉമ്മമാരെ, ഇതിന്റെ പ്രതിഫലം എന്താണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഇതിന്റെ പ്രതിഫലം എന്തെന്നറിയോ? ഇതിന്റെ പ്രതിഫലം എന്തെന്നറിയോ? 5 പവനും 10 പവനും കൊടുത്തവർ, വേണ്ട 1 രൂപയെങ്കിലും കൊടുത്തവർ, ഇതിനു വേണ്ടി അഹോരാത്രം പാടുപെട്ടവർ, എന്താ ഇതിന്റെ പ്രതിഫലം എന്നറിയുമോ? പാവപ്പെട്ടവരെ സഹായിച്ചാലുള്ള പ്രതിഫലം എന്തെന്നറിയോ? നിങ്ങൾ ചോദിക്കും ഉസ്താദേ ഇതെന്താ പ്രതിഫലം എന്ന് ചോദിച്ചാ നിങ്ങൾ പറയുമായിരിക്കും ഉസ്താദേ നാളെ അള്ളാന്റെ സ്വർഗം കിട്ടാനാ, നാളെ അള്ളാന്റെ സ്വർഗം കിട്ടാനാ. ഇല്ല സഹോദരങ്ങളെ, ഇല്ല, ഇല്ല സഹോദരങ്ങളെ, ഇല്ല. അള്ളാഹു ദുനിയാവിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പ്രതിഫലം നൽകും. ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ സഹോദരങ്ങളെ പോലെ അടുത്തറിഞ്ഞ ഞങ്ങൾ, കൂട്ടുകാരെ പോലെ കളിതിരി പറഞ്ഞ നിങ്ങൾ വിട പറയാൻ എനിക്ക് പ്രയാസമാണ്. യഥാർത്ഥത്തിൽ 2 മണിക്കൂർ കഴിഞ്ഞ് സലാം പറയാൻ എനിക്ക് പ്രയാസമാണ്. ഞാൻ ഇന്ന് 1:30 മംഗള എക്സ്പ്രസിൽ കയറിപ്പോയാലും നാളെ രാത്രി അഹമ്മദ് കബീറിന്റെ ശരീരമേ കൊല്ലത്തുള്ളൂ, എന്റെ റൂഹ് ഇവിടെ തന്നെയാണ്. വിട പറയാൻ പ്രയാസമാണ്, വിട പറയാൻ പ്രയാസമാണ്. പക്ഷെ എങ്ങനെയാ വിട പറയാതിരിക്കുക? സഹോദരങ്ങളെ എങ്ങനെയാ വിട പറയാതിരിക്കുക? 3 വയസ്സുകാരെ പൊന്നുമോൻ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ വാപ്പി എത്തിയില്ലെങ്കിൽ വാപ്പിയോട് മിണ്ടുകയില്ല. എല്ലാവർക്കും മനസ്സിലൊരു ദൗർബല്യമുണ്ട്. ഏറ്റവും വലിയ ദൗർബല്യം നമ്മുടെ പൊന്നുമക്കളാണ്. സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രതിഫലം എന്താ? ഈ നന്മയുടെ സദസ്സിന്റെ പ്രതിഫലം എന്താ? അതറിയണമെങ്കിൽ 14 നൂറ്റാണ്ട് മുമ്പ് പുറകിലേക്ക് പോവുക. എന്റെയും നിങ്ങളുടെയും നായകൻ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാന്റെ റസൂലിനെ ഹിറാ ഗുഹയിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കെട്ടിപ്പിടിക്കുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാനിന്ന് പറയുന്നത് പച്ചയായ ജീവിതത്തെ കുറിച്ചാ, ആട്ടത്തെ കുറിച്ചല്ല, ന്യൂട്രോണുകളെ കുറിച്ചല്ല. സഹോദരങ്ങളെ, ഞാനിന്ന് പറയുന്നത് മനുഷ്യന്റെ പച്ചയായ ജീവിതത്തെ കുറിച്ചാ. അള്ളാഹുവിന്റെ റസൂൽ ഹിറാ ഗുഹയിൽ ജിബ്രീൽ കെട്ടിപ്പിടിക്കുമ്പോ അള്ളാന്റെ റസൂൽ പേടിച്ചു മറച്ച് തേപതുവോടെ, വികുലതയോടെ, വിഭ്രാന്തിയോടെ അള്ളാന്റെ റസൂൽ ഓടിയത് എവിടേക്കെന്നറിയോ? സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്റെ ഖദീജ എനിക്ക് പേടിയാകുന്നു, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂട് ഖദീജ എന്ന് വേപതുവോടെ, വികുലതയോടെ, വിഭ്രാന്തിയോടെ, പരിഭ്രാന്തിയോട് അള്ളാന്റെ റസൂൽ എന്ന പ്രിയപ്പെട്ട ഭർത്താവ് ഓടി വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ 2 കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് പ്രിയപ്പെട്ട ഭർത്താവിനെ മടിയിലോട്ട് ശിരസ് വെച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്കുകൾ, അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ സുവിദിതമാണ്. ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ വാക്ക് കടമെടുത്തിട്ട് പറയട്ടെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പേടിച്ച് പറച്ച് മടിയിൽ കിടക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്താ? വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ, വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഈ മഹർ 2012 വേണ്ടി സ്വന്തം പെങ്ങളെ, സ്വന്തം കൂടപ്പറപ്പിനെ കെട്ടിച്ചു വിടുന്നതിനേക്കാളേറെ താല്പര്യത്തോട്
ഓടി നടന്ന ഇതിന്റെ സംഘാടകര്, ഇതിനു വേണ്ടി സഹായിച്ചവര്, മനസാവാതാ കർമ്മണ വന്നവര്. അഹമ്മദ് കബീർ പറയുന്നത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്, ഇതെന്റെ വാക്കുകളല്ല. ഖദീജ ബീവി പറയുകയാണ് പ്രിയപ്പെട്ട ഭർത്താവിനോട്, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, അല്ലാഹു അങ്ങേ ദുഃഖിപ്പിക്കില്ല നബിയേ, അല്ലാഹു അങ്ങേ പരീക്ഷിക്കില്ല നബിയേ, അങ്ങേക്ക് അല്ലാഹു സങ്കടം തരില്ല യാ റസൂലല്ലാഹ്. എന്താ അങ്ങേ ദുഃഖിപ്പിക്കാത്തതെന്നറിയോ? മഹറിന്റെ പ്രവർത്തകരെ കേട്ടുകൊള്ളുക, സഹായിച്ചവരെ കേട്ടുകൊള്ളുക, കേൾക്കുന്നവരെ കേട്ടുകൊള്ളുക. അങ്ങേ അല്ലാഹു ദുഃഖിപ്പിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇന്നകല തസിലു റഹ്മ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവനല്ലയോ? വതസ്ദുഖുൽ ഹദീസ, അങ്ങ് സത്യം പറയുന്നവനല്ലയോ? വതഹ്മിലുൽ കല്ലാ, വതഹ്മിലുൽ കല്ലാ, മറ്റൊരുത്തന്റെ ഭാരം ഏറ്റെടുക്കുന്നവനല്ലയോ? മറ്റൊരുത്തന്റെ ഭാരം ഏറ്റെടുക്കുന്നവനല്ലയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 7 പെൺകുട്ടികളുടെ വാപ്പയുടെ ചുമലിന്റെ ഭാരം, അവരുടെ ഉമ്മയുടെ ചുമലിലെ ഭാരം, ആ ഭാരം ഏറ്റെടുത്തവരല്ലേ നിങ്ങൾ? ആ ഭാരം ഏറ്റെടുത്തവരല്ലേ നിങ്ങൾ? വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, ലാ യുഖ്സികല്ലാഹ്, അല്ലാഹു നിങ്ങളെ ജീവിതത്തിൽ ദുഃഖിപ്പിക്കുകയില്ല. ഇതിന്റെ പ്രതിഫലം സ്വർഗത്തിലല്ല, സ്വർഗത്തിലെ ഇതിന്റെ പ്രതിഫലം 2 പ്രതിഫലമാണ്. ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ അല്ലാഹു നൽകുന്നത് 3 പ്രതിഫലം, സ്വർഗത്തിലല്ല നൽകുന്നത് 2 പ്രതിഫലം. ഇത് 5 പറഞ്ഞിട്ട് അഹമ്മദ് കബീറിന് സലാം പറയൂ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, മറ്റൊരുത്തന്റെ ഏറ്റവും വലിയ ചുമലിലെ ഭാരം ഏറ്റെടുക്കുന്നവന് വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, ലാ യുഖ്സികല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു അവനെ ദുഃഖിപ്പിക്കുകയില്ല. എന്റെ പൊന്ന് സഹോദരങ്ങളെ, പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം, അല്ലാഹു നിങ്ങളെ ജീവിതത്തിൽ ദുഃഖിപ്പിക്കില്ല. അങ്ങനെ ദുഃഖിപ്പിച്ചെങ്കിൽ തന്നെ ആ ദുഃഖം മാറ്റിത്തരാൻ, ഏത് പ്രയാസവും മാറ്റിത്തരാൻ, ഏത് കണ്ണുനീരും മാറ്റിത്തരാൻ നിങ്ങളുടെ ഒരൊറ്റ പ്രവർത്തനം മാത്രം മതിയെന്ന് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഫക്കീറോങ്കി മൽജാ, ലൈഫോങ്കി മഅവാ, യതീമോങ്കി വാലി, ഗുലാമോങ്കി മൗലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചെയ്ത ജോലി, അഗതികളുടെ അനാഥകളുടെ സംരക്ഷകനാക്കിയ ജോലി, ആ ജോലി ചെയ്യുന്നവർ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു ജീവിതത്തിൽ ദുഃഖിപ്പിക്കുകയില്ല, ഒരിക്കലും ജീവിതത്തിൽ അല്ലാഹു ദുഃഖിപ്പിക്കുകയില്ല. എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടോ ആ ദുഃഖങ്ങൾ മാറാൻ അല്ലാഹു ഒരൊറ്റ സൽപ്രവർത്തനത്തിന് കാരണമാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അൻസാറുകൾ ചെയ്ത ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ 1ാമത്തെ പ്രതിഫലം, ദുനിയാവിൽ 3 പ്രതിഫലം, ആഖിറത്തിൽ 2 പ്രതിഫലം. ദുനിയാവിൽ നിങ്ങൾ എന്താ വിചാരിച്ചു ഉസ്താദേ, ഇതിന്റെ പ്രതിഫലം എന്താ? സ്വർഗത്തിൽ ഒരു വീടല്ല, ദുനിയാവിൽ തന്നെ ഉള്ള പ്രതിഫലം തരും. ദുനിയാവിൽ 3 പ്രതിഫലം, ആഖിറത്തിൽ 2 പ്രതിഫലം. ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞ് നമുക്ക് ഇന്ന് പിരിയാം. ചെറുക്കളയിലെ പെങ്കൊച്ചിന്റെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല, ഇൻഷാ അല്ലാഹ് പറയാം. എന്നാൽ എല്ലാവരും വിഷയം അതാ, ചെറുക്കളയിലെ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അത് പറയാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. എല്ലാവരും സദസ്സിലോട്ട് കയറിയിരിക്കും. ഇൻഷാ അല്ലാഹ് അവസാനം എഴുന്നേറ്റ് നിന്ന് ഒന്നിച്ചു നിന്ന് 10 സലാത്ത് ചൊല്ലി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്റ്റേജുകളിൽ ആയിരക്കണക്കിന് ആളുകളുടെ പ്രയാസം മാറ്റി കൊടുത്ത ആ സലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ണീരോടെ ദുആ ചെയ്ത് വേണം എനിക്ക് നിങ്ങളോട് സലാം പറയാൻ. നാളെ എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. നാളെ ഞാൻ ശരീരം എവിടെയാണെങ്കിലും റൂഹ് ഇവിടെയായിരിക്കും. 1ാമത്തെ പ്രതിഫലം, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിപ്പിക്കുകയില്ല. അല്ലാഹു ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല. അല്ലാഹു അങ്ങനെ ആക്കട്ടെ, അല്ലാഹു അങ്ങനെ ആക്കട്ടെ, അല്ലാഹു അങ്ങനെ ആക്കട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ്. 2ാമത്തെ പ്രതിഫലം എന്താണ്? ആ ദുഃഖത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ദുഃഖം നൽകില്ല. ഏറ്റവും വലിയ ദുഃഖം ഏതാണ്? ഏറ്റവും വലിയ ദുഃഖം വന്നാൽ നമുക്കുണ്ടാകേണ്ട 2 താങ്ങേ ഉള്ളൂ. ആ 2 താങ്ങും അല്ലാഹു ഇവിടെ വെച്ച് തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം ഫീ ലൗഹിൽ ഖുർആൻ, ഖുർആനാണ് പറയുന്നത്. എൻ്റെ പൊന്നു മഹറിൻ്റെ സംഘാടകരെ, സഹായിച്ചവരെ, നിങ്ങൾ കൊടുത്ത ഒന്നും പാഴായി പോകില്ല.
നിങ്ങൾ കൊടുത്ത ഒന്നും പാഴായി പോകൂല. എൻ്റെ പൊന്നു സഹോദരിമാരെ, ഈ സ്വർണ്ണാലിക്കത്തൊന്നും പാഴായി പോകൂല. കാരണം ഇത് എല്ലാ ദുഃഖവും മാറാനുള്ള കാരണമാണ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല, ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരില്ല. അള്ളാഹു എല്ലാവിധ ദുഃഖങ്ങളും അള്ളാഹു ഒടിച്ചു മാറ്റട്ടെ, അള്ളാഹു എല്ലാവിധ ദുഃഖങ്ങളും അള്ളാഹു ഒടിച്ചു മാറ്റട്ടെ. എന്താ മീൻ പറയാത്തത്? ഇപ്പഴേ ദുഃഖമായ എന്താ സഹോദരങ്ങളെ? ജീവിതത്തിന് എന്താ അർത്ഥമാവുള്ളത്? ജീവിതത്തിന് എന്തർത്ഥമാവുള്ളത്? പണം കയ്യിലുണ്ട്. കാസർഗോഡുകാരെ കുറിച്ച് എപ്പോഴും ഞാൻ പറയുമായിരുന്നു, അള്ളാഹു അനുഗ്രഹിച്ച നാടാണ്. നമുക്കൊക്കെ നുള്ളിയാണ് തന്നേക്കുന്നത്, കാസർഗോഡുകാർക്ക് അള്ളാഹു വാരിയാണ് കൊടുത്തിരിക്കുന്നത്. അത് സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. എനിക്കൊന്ന് ബറാത്ത് രാവിലെ ഏറ്റവും കൂടുതൽ യാസീൻ ഓതുന്ന കാസർഗോഡുകാരാണ്. എന്തോ ഒരു ചാപ്പാടാണ്. ഈ ബറാത്ത് രാവിലാണല്ലോ ഒരു വർഷത്തെ ഭക്ഷണം. അടുത്ത വർഷത്തെ ഒരു ബറാത്ത് രാവിലെ യാസീൻ ഓതി അടുത്ത ഒരു വർഷത്തെ ബറാത്ത് രാവിലെയുള്ള ഭക്ഷണം അള്ളാഹു തീരുമാനിക്കും. ബറാത്ത് രാവിലെ അന്ന് ഉറക്കമുളച്ചിട്ട് നിങ്ങൾ യാസീൻ ഓതണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തോ ഒരു ചാപ്പാടാണ്. ഈ കൂടുതൽ യാസീൻ ഓതുന്നവർക്ക് അള്ളാഹു എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ എഴുതി വെക്കും. ഈ അമീർ മസ്താനൊക്കെ ഒരു 10-20 യാസീൻ ഓതിയിട്ടുണ്ടെന്ന്. കഴിക്കണ കഴിപ്പൊക്കെ കണ്ട ഇത്ര യാസീൻ, ചെറിയ യാസീനൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. അതുമാത്രമേ എൻ്റെ ദുആയുള്ളൂ, വേറൊന്നുമില്ല. ഈ സ്നേഹത്തിന് പകരം എനിക്കുള്ള ഏറ്റവും വലിയ ദുആ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ സഹോദരങ്ങളെ, ഈ ജീവകാരുണ്യത്തിൻ്റെ പ്രതിഫലം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അള്ളാഹു നമ്മുടെ ദുഃഖത്തെ അള്ളാഹു മാറ്റിത്തരട്ടെ, അള്ളാഹു പ്രയാസത്തെ മാറ്റിത്തരട്ടെ. ഒന്നാമത്തെ പ്രതിഫലം എന്താ? ഇവിടുത്തെ ദുഃഖം ഇല്ലാതാക്കി തരും. രണ്ടാമത്തെ പ്രതിഫലം ഖുർആൻ ഒന്ന് പറയുന്ന ആരേലും നോക്കട്ടെ, വല്ലതും രണ്ടാമത്തെ പ്രതിഫലം ഏതാ? ഒരു മനുഷ്യന് ദുഃഖമുണ്ടായാൽ ആ ദുഃഖം മാറ്റാൻ, സമാധാനം നൽകാൻ, ഒരാളുടെ മനസ്സിന് വല്ലാത്ത ദുഃഖം, ആ ദുഃഖം മാറണമെങ്കിൽ ആരുണ്ടാവണം? ഞാൻ പറയുന്ന ഖുർആനാണ്, വേറൊന്നുമല്ല. സമാധാനം ഉണ്ടാവണം. സമാധാനം നൽകാൻ ലോകത്ത് ആർക്കാ കഴിയുക? ആർക്കേ കഴിയൂ? മനുഷ്യന്റെ അസ്വസ്ഥബാധിതമായ മനസ്സിന് സമാധാനം നൽകാൻ, നിങ്ങൾ നന്നായിട്ട് കേട്ടോളീൻ, ഒരു മനുഷ്യന്റെ മനസ്സിന് ദുഃഖമുണ്ടായാൽ ആ ദുഃഖം മാറ്റാൻ 2 ആളുകൾക്ക് കഴിയൂ എന്ന് ഖുർആൻ. മനുഷ്യന്റെ ദുഃഖത്തിന് സമാധാനം കൊടുക്കാൻ 2 സ്ഥലത്ത് നിന്ന് സമാധാനം കിട്ടൂ. ഞാൻ പറയുന്നതല്ല ഖുർആൻ. ഒന്ന് സമാധാനം എന്ന് പറയുന്ന വാക്കിന് ഖുർആൻ പ്രയോഗിക്കുന്ന പദം സക്കീനത്ത് എന്നാണ്. എന്തെന്നാണ്? സക്കീനത്ത്. മനുഷ്യന്റെ മനസ്സിന് വല്ലാതെ ദുഃഖമുണ്ടായാൽ രാത്രിയിൽ ഉറക്കം വരാതെ കിടന്നുറങ്ങാൻ പറ്റാതെ 1000 ദുഃഖങ്ങൾ കടന്നു വരുമ്പോ ആ സമയത്ത് അവന് ദുഃഖത്തിന്, പ്രയാസത്തിന് അറുതി വരുത്താൻ കഴിയുന്നത് ആർക്കാ? സഹോദരങ്ങളെ, അള്ളാന്റെ ഖുർആൻ പറയട്ടെ, ഞാൻ പറഞ്ഞതല്ല, അള്ളാന്റെ ഖുർആൻ പറയുകയാണ്. അള്ളാഹു അവന്റെ ഹൃദയത്തിന് സമാധാനം കൊടുക്കണം. പടച്ച തമ്പുരാൻ സമാധാനം കൊടുക്കണം. ഏത് പ്രയാസം ഉണ്ടാകുമ്പോ, ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോ അള്ള പറയണം, ഭയക്കണ്ട, ഞാനല്ലേ കൂടെയുള്ളത്. സഹോദരങ്ങളെ, അലറി വിളിക്കുന്ന ചെങ്കടലിന്റെ മുമ്പിൽ ചെല്ലുമ്പോ മുമ്പോട്ട് പോയാൻ ചെങ്കടലാണ്, പുറകുഭാഗത്ത് ഫറോവയുടെ പട്ടാളക്കാരാണ്. ആ സമയത്ത് മൂസാ നബിയുടെ ഹൃദയത്തിന് സമാധാനം കൊടുത്തതാരാ? അള്ള പറഞ്ഞില്ല, കാലക്കല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അലറിയടിക്കുന്ന തിരമാലകളുടെ മുമ്പിൽ വല്ലാതെ പകച്ചു നിൽക്കുമ്പോ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതെന്താ? എന്റെ അള്ളയല്ലേ എന്റെ കൂടെയുള്ളത്, അവൻ എന്നെ കൈവിടില്ല, അവൻ എന്നെ ഉപേക്ഷിക്കില്ല, അവൻ എന്റെ ജീവിതത്തിനൊരു കൂട്ടാളിയാകുമെന്ന്. എത്രയോ സംഭവങ്ങൾ ഖുർആനിലുണ്ട്, അത് പറയാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങള്, ഇവിടെ തടിച്ചുകൂടിയ പുരുഷാരത്തോട് ഞാൻ പറയുകയാണ്, ദുനിയ
ദുനിയാവിലെ രണ്ടാമത്തെ പ്രതിഫലമേടാ. അല്ല നമുക്ക് സമാധാനം നൽകണം. രണ്ടാമത് നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകാൻ അല്ല ലോകത്ത് പടച്ചു വെച്ച ഒരേ ഒരാളേ ഉള്ളൂ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് സഹോദരിമാരോട്, കാതിൽ കിടന്ന സ്വർണ്ണാഭരണമൂരി പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി തന്നവരോട് ആരാ സമാധാനം കൊടുക്കാൻ കഴിയുക? അള്ളാന്റെ ഖുർആൻ തന്നെ പറയട്ടെ, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും വസുവാദാ ലിതസ്കുനൂ ഇലൈഹാ. അല്ല പറയുന്നു, നിന്റെ ഭാര്യക്കാണ്, നിന്റെ ഭാര്യക്കാണ് ഏത് പ്രയാസമുണ്ടായാലും, ഏത് ബുദ്ധിമുട്ടുണ്ടായാലും, എത്രയൊക്കെ ജീവിതത്തിൽ പതറിപ്പോയാലും സ്വന്തം ഭാര്യ കൂടെ നിന്നാ, എത്ര വലിയ കടബാധ്യതയാകട്ടെ, ഏത് വലിയ മാരക രോഗമാകട്ടെ, ഏത് വലിയ പ്രയാസമാകട്ടെ, അല്ല പറയുന്നു ആർക്കാ കഴിയുന്നതെന്നറിയോ? ലിതസ്കുനൂ ഇലൈഹാ. നിന്റെ ഭാര്യക്കാണ് കഴിയുക നിന്റെ ജീവിതത്തിന് സമാധാനം നൽകാൻ. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ ഏറ്റവും വലിയ നിദാനമേടാ, അത് നിന്റെ ഭാര്യക്കാണെന്നല്ലാണ്ട് വിശുദ്ധ ഖുർആന്റെ ആയത്ത് വെച്ചിട്ട് ഞാൻ പറയുന്നു, മഹർ 2012 സംഘാടകരെ, അതിനെ ഏറ്റെടുത്ത നാട്ടുകാരെ, നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ ഭാര്യമാരെ ജീവിതത്തിൽ സാലിഹത്താക്കി തരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത് ജീവകാരുണ്യത്തിന്റെ ഖുർആന്റെ പ്രതിഫലമാണ്. അൻസാറുകളുടെ സ്വഭാവം, ഒന്ന്, അല്ല ദുഃഖിപ്പിക്കൂല. രണ്ട്, ഇത് വേറെ ആരും പറഞ്ഞവരുമില്ല. രണ്ട്, ഭാര്യമാരെ അല്ല സാലിഹത്താക്കി തരും. തഖബ്ബലല്ലാഹ്, തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മഹർ 2013 അടുത്ത വർഷം 2 പെൺകുട്ടികളുടെ മുഴുവൻ വിവാഹത്തിന്റെ ചെലവും 2 പെൺകുട്ടികളെ ഏറ്റെടുക്കുന്നു. തൊട്ടി സാലിഹ് ഹാജി, അബ്ദുൽ സാഹിബ് കുണിയ. തഖബ്ബലല്ലാഹ്, തഖബ്ബലല്ലാഹ്, തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അവരെ അല്ലാഹു ഏറ്റെടുക്കട്ടെ. നിങ്ങൾക്കൊരൊറ്റ ദുആയേ ഉള്ളൂ എൻ്റെ മനസ്സുകൊണ്ട്, ഒരൊറ്റ ദുആ, നിങ്ങളെ അല്ലാഹ് ഏറ്റെടുക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. അല്ലാഹു സാലിഹ് ഹാജിയെയും അബ്ദുറഹ്മാൻ സാഹിബിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പൂർണ്ണമായിട്ട് അല്ലാഹു ഏറ്റെടുക്കട്ടെ. അവരുടെ മലക്കുകളുടെ കാവലിലാക്കട്ടെ. അവരുടെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. പാവപ്പെട്ട 2 പെൺകുട്ടികളെ ഏറ്റെടുത്ത ആ മഹാപുരുഷന്മാർ അല്ലാഹു അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മക്കളെ അല്ലാഹു അവർക്ക് സാലിഹീങ്ങളാക്കി കൊടുക്കട്ടെ. ഇതാണ് അതിൻ്റെ പ്രതിഫലം. ഇൻഷാ അല്ലാഹ് ഇതിനു വേണ്ടി സഹകരിക്കുന്ന ഓരോരുത്തർക്ക് അല്ല കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഭാര്യമാരെ സാലിഹത്താക്കും. സാലിഹത്തായ ഭാര്യയെ തരും. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഞാൻ പറഞ്ഞല്ല, ഖുർആൻ ചരിത്ര സഹിതം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇരിക്കുവോ? ഖുർആന്റെ ആയത്തോതിയിട്ട് ചരിത്ര സഹിതം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു സാലിഹത്തായ ഭാര്യയെ തരും. മൂന്നാമത്തെ പ്രതിഫലം അതിനേക്കാളും വലിയ പ്രതിഫലമാണ്. മൂന്നാമത്തെ പ്രതിഫലം അതിനേക്കാളും വലിയ പ്രതിഫലമാണ്. ഇത് പ്രതിഫലം പറയാനുള്ള സദസ്സ്. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഖുർആൻ ഞാനല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടായാലും വല്ലാതെ ടെൻഷൻ അടിച്ച് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഉപ്പ പറയും, മോനെ എന്തിനാ ടെൻഷൻ അടിക്കണേ? അപ്പോൾ ആ കടവാണ്, പ്രയാസമാണ്. പേടിക്കണ്ട മോനെ, നമുക്കൊരു വഴി ഉണ്ടാക്കാം. നമ്മുടെ മനസ്സിന് അത്രയും സമാധാനം ഉണ്ടാവുമോ? സഹോദരങ്ങൾ പറഞ്ഞു, ഇക്ക എന്തിനാ വിഷമിക്കണേ? നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രയാസങ്ങളൊക്കെ മാറ്റാം. നമ്മുടെ മനസ്സിന് അത്രയും പ്രയാസം മാറ്റി കിട്ടുമോ? വല്ലാതെ ടെൻഷൻ അടിച്ച് കടവും വന്ന്, പ്രയാസവും വന്ന്, രോഗവും വന്ന്, എൻ്റെ പൊന്നു സഹോദരിമാരെ, നന്നായിട്ട് ഇങ്ങനെ അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. രോഗമുണ്ടാകുമ്പോൾ ഭർത്താവിനെ വേണ്ടാന്ന് വെക്കുന്നതല്ല പെണ്ണ്. രോഗം വരുമ്പോൾ പാതിരാ സമയത്ത് ഭർത്താവ് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ ലൈറ്റ് ഇട്ടിട്ട് വലത്തെ കൈ ഇങ്ങനെ കഴുത്തിൽ കൂടെ ചേർത്ത് പിടിച്ച് നമ്മുടെ മുഖത്തിന് നേരെ നോക്കിയിട്ട്, നിങ്ങൾ എന്തിനാ ബേജാറാവണേ? ദുഃഖമെങ്കിൽ ദുഃഖം, സുഖമെങ്കിൽ സുഖം, മരിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. എന്താണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചനുഭവിക്കാം, ഹൈറാവട്ടെ ഷറാവട്ടെ എന്ന് ഒരു ഭാര്യ പറഞ്ഞാൽ ആ സമയത്ത് മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം ലോകത്ത് വേറൊരാൾക്കും തരാൻ പറ്റുമോ? എന്താ തലയാട്ടാത്ത? നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ലേ ഭാര്യമാരെ കുറിച്ച്?
ഓ, ഓളെ കൊണ്ട് അങ്ങനെയൊന്നും നടക്കൂല ഉസ്താദെ. അവള് വേണമെങ്കിൽ കഴുത്തേക്കടെ കൈയിടും, ഇട്ടിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഓള് കഴുത്തേക്കടെ കൈയിടും, പക്ഷെ ഇട്ടിട്ട് ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പറയൂല. ഈ ദജ്ജാൽ ഇതോടെ മരിച്ചിരുന്നെങ്കിൽ എന്ന് പറയും. കഴുത്തിന് പിടിച്ച് ഞെക്കൂ ഉസ്താദെ എന്ന് പറയും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഭാര്യ എന്ന് പറയുന്ന ഒരു സാധനം 3 കാര്യം ഒത്തുകിട്ടിയ അവൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. അല്ലെ, നെഹ്സ് ഉണ്ടെങ്കിൽ 3 കാര്യങ്ങളുണ്ടെന്നാണ് റസൂലുള്ള പറഞ്ഞത്. 1, വീട്. ചില വീട് ഒരാളുണ്ടാക്കി അതോടുകൂടി അവൻ തീരും. വീട്, ചില വീടുകൾ എങ്ങനെയാണ്? നെഹ്സുള്ള 3 കാര്യം റസൂലുള്ള പറഞ്ഞിട്ട്. 1, വീട്. ചില വീട് വെച്ച് കഴിഞ്ഞാൽ അവൻ അതോടുകൂടി ഉപ്പുകല്ല് പൊടിഞ്ഞു പോണ പോലെ പോകും. 2, വാഹനം. നല്ല വാഹനം. നല്ല വീട്, നല്ല വാഹനം. നല്ല വാഹനം കിട്ടണം. ഈ പഴയ 82 മോഡൽ അംബാസഡറൊക്കെ ചിലരെടുക്കും, എടുത്തിട്ട് കൊണ്ടുപോയി പണിയും. പണിത